നമസ്കാരം എല്ലാ മലയാളികൾക്കും ആറ്റിക് ലൈവിൻ്റെ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നല്ലൊരു ഓണം നേർന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, നമ്മൾ കുറേ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ AAC ബ്ലോക്കിൽ നമ്മൾ പണി ചെയ്യുന്ന വീടിനെ കുറിച്ചുള്ള ആ വീട്ടിലെ പണി നടക്കുന്ന സൈറ്റിൽ നിന്നുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഓണായിട്ട് വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഈ മെറ്റീരിയലിനെ കുറിച്ച് കൺഫ്യൂസ്ഡൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം ഈ വീഡിയോ ഒന്നും ഉണ്ടാവുമെന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നിൽക്കുന്നില്ല, എല്ലാവർക്കും നല്ലൊരു ഓണം നേർന്നുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഹാപ്പി ഓണം പറ. ഓക്കെ. ഹലോ, എല്ലാവർക്കും ഒരു നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു സൈറ്റിലാണ് ഞാനുള്ളത്. നമ്മുടെ AAC ബ്ലോക്ക് വെച്ച് കൺസ്ട്രക്ട് ചെയ്യണ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ചിറക്കക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ സൈറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ വളരെ തുടക്കത്തിൽ ഇത് എൻ്റെ ഒരു അങ്കിളിൻ്റെ വീടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചതാണ്. ഏകദേശം 1-2 വർഷത്തോളമായി പ്ലാനിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെങ്കല്ല് വെച്ച് ചെയ്യണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഈ തൃശ്ശൂർ നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് നമുക്കിവിടെ ചെങ്കല്ല് അടുത്തൊന്നും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ മലപ്പുറത്തു നിന്നോ കണ്ണൂരിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഏകദേശം 55 രൂപ ഒരു കല്ലിന് വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മളത് കുറേ പ്ലാൻ ചെയ്ത് നമ്മളത് ആക്ച്വലി ആ പ്ലാന് നമ്മൾ ഒഴിവാക്കി. അതിനുശേഷം പിന്നെ നമ്മുടെ ചൂളക്കട്ട അല്ലെങ്കിൽ ഇഷ്ടിക എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇഷ്ടിക വെച്ച് ചെയ്യുമ്പോഴേക്കും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇഷ്ടികേൻ്റെ സൈസ് ചെറിയ സൈസല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് വരുന്ന സിമെൻറ്റും അതിനകത്ത് വരുന്ന ലേബറും ഒക്കെ വളരെ അധികമായിരിക്കും. അത് കാരണം നമ്മൾ ആ പ്ലാനും ഡ്രോപ്പ് ചെയ്തു. എന്നതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങളിലെല്ലാം നമുക്ക് സോളിഡ് ബ്ലോക്ക് കിട്ടും, കോൺക്രീറ്റ് സോളിഡ് ബ്ലോക്ക് കിട്ടും. അതിന് വില ഏകദേശം 38 രൂപ ആ ഒരു റേഞ്ചിലൊക്കെയാണ് അന്ന് വില വരുന്നുണ്ടായിരുന്നത്. ആക്ച്വലി ഫൈനലി നമ്മൾ കോൺക്രീറ്റ് ബ്ലോക്ക് വെച്ചിട്ട് തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഒരു മിനിറ്റിൽ നമ്മൾ ഇതേപോലെയുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഒക്കെ തന്നെ കണ്ടതിന് ശേഷമാണ് നമുക്ക് എന്തുകൊണ്ട് AC ബ്ലോക്ക് യൂസ് ചെയ്തു. നമ്മൾ അങ്ങനെ 1 വർഷത്തോളം നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. AC ബ്ലോക്ക് നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളത് നോക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് വീടുകളെല്ലാം പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വീഡിയോ കൂടെ അടുത്ത ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇന്ന് നമുക്ക് ഇവിടെ AC ബ്ലോക്ക് വെച്ചിട്ട് വർക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണി നടക്കുന്നത്, ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും, അതുപോലെ എങ്ങനെയൊക്കെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈ വക കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ ഞാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമമായിട്ട് കാണിച്ചു തരാം. പിന്നെ AC ബ്ലോക്കിലേക്ക് വരാനുണ്ടായൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്താണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ നമുക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഇത്തരത്തിലുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എംസാൻഡോ അല്ലെങ്കിൽ പൂഴിയോ സിമെൻറ്റ് ഒക്കെ കിടക്കുന്നത് കാണാം. നമ്മുടെ ഈ സൈറ്റിൽ എംസാൻഡും ഇല്ല, പൂഴിയും ഇല്ല, സിമെൻറ്റും ഇല്ല. കാരണം AAC ബ്ലോക്കിന് അവരുടെ തന്നെ ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ
എന്താ പറയുക ഇതിൻ്റെ ജോയിൻസ് എല്ലാം ചെയ്യുന്നത്. കട്ടകൾ അടുക്കി വയ്ക്കുന്നത്, അതിനെ ജോയിൻ ചെയ്യുന്നത് നമ്മൾ AC ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ഗമ്മ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഗമ്മിന് ഏകദേശം ഒരു ചാക്കിന് 750 രൂപ, 40 കിലോ ഉള്ള ഒരു ചാക്കിന് 750 രൂപയുടെ അടുത്താണ് വില വരുന്നത്. ആ കല്ല് വെച്ചിട്ട് നമ്മുടെ ഈ 2 അടിയുള്ള ബ്ലോക്കാണെങ്കിൽ, 2 അടി നീളമുള്ള 8 ഇഞ്ച് ബ്ലോക്കാണെങ്കിൽ ഒരു 50 to 60 ബ്ലോക്കുകൾ, 50 മുതൽ 60 വരെ കട്ടകൾ നമുക്ക് അടുക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. പിന്നെ ഈ ഒരു ബ്ലോക്കിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലോഡ് ബെയറിംഗ് ആയിട്ട് ഇതൊരു 2 ഫ്ലോറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കമ്പനി ചില റെപ്രസെൻറ്റേറ്റീവ്സ് പറയുന്നത് ഒരു ബ്ലോക്ക് മാത്രമേ ഒരു ഫ്ലോറ് മാത്രമേ ലോഡ് ബെയറിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോളം ഫില്ലിങ്, അതായത് നമ്മളിപ്പോൾ ഈ കടകളൊക്കെ പണിയുന്നത് കണ്ടിട്ടില്ലേ, ആദ്യം കുറേ പില്ലേഴ്സ് അല്ലെങ്കിൽ കോളംസ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫ്ലോർ വരെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ പണിയുന്നത് ഈ ബ്ലോക്ക് വെച്ച് ചെയ്യുന്നത് കാണാം. പക്ഷേ അതിനവരധികവും 6 ഇഞ്ചോ അല്ലെങ്കിൽ 4 ഇഞ്ച് ബ്ലോക്കൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ എന്തായാലും 8 ഇഞ്ച് ബ്ലോക്കാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഈ എംസാൻഡും അതുപോലെ തന്നെ പൂഴിയും സിമെൻറ്റും ഒന്നും ഇല്ലാതെ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം വളരെ ഒരു ഈസി ആയിട്ട് ഒരു 40 കിലോയുടെ ഒരു ചാക്ക് എടുത്തിട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് നേരെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എന്തായാലും ആ കാര്യങ്ങളെല്ലാം നമ്മളിത് പണി ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു 15 അല്ലെങ്കിൽ ഒരു 10 മുതൽ 15 വർഷം മുമ്പേ എംസാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള സമയത്ത്, നമ്മുടെ നാട്ടിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനൊക്കെ എംസാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആളുകൾക്കെല്ലാം പേടിയായിരുന്നു. അതായത് എംസാൻഡ് യൂസ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു പോകും, അല്ലെങ്കിൽ അത് ലോങ് ലാസ്റ്റിംഗ് അല്ല, പൂഴിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരുവിധം പറ്റുന്ന ആളുകളെല്ലാം പൂഴി വെച്ചിട്ട് തന്നെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യാറ്. ഇന്നും എന്താ പറയുക, കുറച്ച് ബഡ്ജറ്റ് കയ്യിലുള്ള ആൾക്കാർ കൂടിയ വില കൊടുത്തിട്ട് പൂഴിയൊക്കെ വാങ്ങിയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. കാരണം അതൊക്കെ നമുക്ക് പുതിയൊരു മെറ്റീരിയലിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസമാണ്. അപ്പോൾ ഈ AC ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് ആൾക്കാർക്കുള്ളൊരു സംശയം തോന്നുന്നത് അതൊക്കെ ആയിരിക്കാം. ഇന്നിവിടെ എങ്ങനെയാണ് കൺസ്ട്രക്ഷൻ നടക്കുക എന്നുള്ള ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രൊസീജിയേഴ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി മേ ബി അടുത്ത തവണ നമ്മൾ വരുമ്പോഴേക്കും ചിലപ്പോൾ ലിൻഡൽ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്റ്റേജിൽ ഏതൊക്കെ കാര്യങ്ങൾ എത്തി എന്നുള്ളതും കൂടെ പറയാം. അതുപോലെ ഇവിടുത്തെ ഒരു കാര്യം കൂടെ, നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് വിൻഡോസ് മുഴുവൻ നമ്മൾ GI പൈപ്പ് വെച്ചിട്ടുള്ള വിൻഡോസാണ് ചെയ്തിട്ടുള്ളത്. വുഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റേ നമ്മുടെ ഫ്രണ്ട് കട്ടിലേക്ക് മാത്രമാണ് വുഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് നല്ല അടിപൊളി വുഡാണ്. ഇത് കണ്ടോ, ഇത് കണ്ടു കഴിഞ്ഞാൽ വരച്ച് വെച്ചതുപോലെ ഉണ്ടല്ലേ, നല്ല അടിപൊളി തേക്കാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അതുപോലെ നമ്മളിവിടുത്തെ വിൻഡോ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നതും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇത് മുഴുവൻ GI പൈപ്പിൽ ചെയ്തിട്ടുള്ള ഒരു വിൻഡോ. അപ്പോൾ ഈ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ ഏകദേശം 180 സെൻറ്റിമീറ്റർ ബൈ 160 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വിൻഡോ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഷട്ടർ വരെ വന്നു കഴിഞ്ഞു. ഇത് നേരെ നമ്മൾ വെച്ചാൽ മതി. കണ്ടോ, ഷട്ടർ വരെ വന്നു കഴിഞ്ഞു, എല്ലാ ഷട്ടേഴ്സും വന്നു. ഇനി നമ്മൾ ഗ്ലാസ് മാത്രം വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് നേരെ അങ്ങ് ഫിക്സ് ചെയ്ത് നമുക്ക് പണിഞ്ഞു പോവാം. ഇപ്പോൾ മരമാവുന്ന സമയത്ത് ആദ്യം കട്ടില മാത്രമായിരിക്കും വരിക. അത് കഴിഞ്ഞ് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളതിൻ്റെ പൊളി കാര്യങ്ങളെല്ലാം വെക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ എല്ലാ കാര്യങ്ങളും വന്നു. ഈ ഗ്ലാസ് മാത്രം ഇട്ടാൽ മതി, പെയിൻറ്റിങ് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറും ആറ്റിക് ലാബിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സിമെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഫസ്റ്റ് വരി വെക്കുന്നതിനാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് വരി വെച്ച് കഴിഞ്ഞു. നമുക്കിവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോഴേക്കും ഒരു ഫസ്റ്റ് വരി മുഴുവൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ ആ ഒരു, അതായത് ഈ കല്ല് വയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ലെവലിങ് പ്രോപ്പറായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ലോഡ് വരുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ബേസ് ക്ലിയർ ലെവലിൽ അല്ലെങ്കിൽ കല്ല് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു വാട്ടർ ലെവൽ പിടിച്ച് ഇതിൻ്റെ ഈ ബേസ് വളരെ ലെവലാക്കിയതിന് ശേഷമാണ് അവരിത് പ്ലേസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ ജോയിൻസ് എല്ലാം, അല്ലെങ്കിൽ ഇതിന് ചെയ്തു പോകുന്നത് മുഴുവൻ ഇവരുടെ മോർട്ടാർ യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇവരുടെ ഗമ്മ് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു ഭാഗം കണ്ടോ, അതായത് ഈ ഒരു ഫ്രെയിമിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്നൊരു പ്രൊജക്ഷൻ, ഇതിന് പിന്തല എന്നാണ് പറയുക. അതായത് ഈ ഒരു പ്രൊജക്ഷനാണ്
നമ്മുടെ ഈ വാളിലേക്ക് ഈ ഒരു ഡോർ ഫ്രെയിമിന് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ ചെങ്കല്ല് വെച്ചോ ഇഷ്ടിക വെച്ചോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് കട്ട് ചെയ്തിട്ട് അത് ഗ്യാപ്പിലേക്കൊക്കെ വെച്ച് ഗ്രൗട്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കല്ല് ഹാൻഡ്സൊക്കെ വെച്ച് കറക്റ്റായിട്ട് നമ്മൾ മരത്തിലൊക്കെ പണിയുന്നത് പോലെ ഹാൻഡ്സ് വെച്ച് കട്ട് ചെയ്ത് കറക്റ്റ് ഷേപ്പാക്കി അതിലേക്ക് വെച്ചു കൊടുത്തതാണ്. നമ്മൾ സത്യത്തിൽ പണിക്കാരിങ്ങോട്ട് എത്തിയിട്ടില്ല. പണിക്കാരെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പേ നമ്മളിങ്ങോട്ട് പോകുന്നത്. കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ പണി സ്റ്റാർട്ട് ചെയ്യും. അതായത് കട്ടിങ്ങും ഇത് ഷേപ്പ് ചെയ്യുന്നതും പിന്നെ മെയിൻ ഒരു മേസൺ ഇരുന്നിട്ട് പണിയെടുക്കുന്നുണ്ടാവും, രണ്ടാൾക്കാർ ഇരുന്ന് ഈ പണികൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബഹളം വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നതാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ, ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഒരു ചെറിയൊരു ഷെഡൊക്കെ കെട്ടിയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് കല്ല്, അതായത് നമ്മളിത് ചെയ്തു പോകുന്ന സമയത്ത് തന്നെ, നമ്മൾ പടവ് ചെയ്തു പോകുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പീസ് കല്ല് വെച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലെങ്ത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവരിത് നമ്മൾ ഡ്രോയിങ് നോക്കിയിട്ട് വെച്ച് പോരുന്ന സമയത്ത് തന്നെ അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടാണ് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് കണ്ടോ? കറക്റ്റ് ലെവലിലേക്ക് കിട്ടാനായിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് വെച്ചേക്കാണ്. അത് പുറത്ത് വെച്ചാൽ അതിന് സ്ട്രെങ്ത് കുറയും. അത് കാരണം അവരത് നടുവിൽ വെച്ചിട്ട് കറക്റ്റ് നമുക്ക് വേണ്ട ലെങ്ത്തിലേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കാണ്. ഇവിടെ അങ്ങനെ തന്നെ കാണാം. ഇത് കണ്ടോ? ഒരു പീസ് വെച്ചു. കാരണം ഇവിടെ ഇനി ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ വെക്കാനേ പറ്റുള്ളൂ, അതുകൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബോണ്ടിങ് ഇല്ലേ, ഇവരുടെ കമ്പനിയുടെ മോർട്ടാർ അല്ലെങ്കിൽ ഗമ്മ്, ഇത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കാണുന്നത് ടാറ്റയുടെ GI പൈപ്പിൽ ചെയ്തിട്ടുള്ള ഡോർ ഫ്രെയിമാണ് കാണുന്നത്. അപ്പോൾ ഈ ഡോർ ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോർ വന്ന് ഫിറ്റ് ചെയ്യാനുള്ള ഓഫ്സെറ്റ് ഇവിടെ കാണാം, കണ്ടോ? അതുപോലെ ഡോർ ലോക്ക് ഇതിനുള്ള ഹോൾഡ് ഇവിടെ കാണാം, ഇതിനുള്ള ഹോൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇത് നമ്മുടെ വാളിലേക്കുള്ള ഇതിൻ്റെ എന്താ പറയുക, പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡ്, നമ്മൾ പിന്തല എന്നൊക്കെ പറയുന്ന സാധനം ഇവിടെ ഈ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി താഴെ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാണാം. അതായത് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് മുഴുവൻ നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സിമെൻറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോർ ഫ്രെയിമിൻ്റെ ടവർ ബോൾട്ടൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്തു. അതായത് പണി കഴിഞ്ഞാൽ നമ്മളിനി നേരെ വിൻഡോ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മതി. ഇതാ ഡോർ ഫിറ്റ് ചെയ്യാനുള്ള വിജാഗുരി ഇതാ. അതും ഹോൾസ് എല്ലാം ഇട്ട് നമ്മളിനി പ്രോപ്പറായിട്ട് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. നമ്മുടെ ബ്ലോക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബ്ലോക്കിൻ്റെ നീളം നേരത്തെ പറഞ്ഞതുപോലെ 2 അടിയാണ് നീളം, അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോക്കിൻ്റെ ഹൈറ്റ് ലെങ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ 8 ഇഞ്ചാണ്. 8 ഇഞ്ച് ഹൈറ്റ്, 8 ഇഞ്ച് നീളം. അപ്പോൾ 8 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് നമ്മുടെ ബ്ലോക്ക് വരുന്നത്. ഇത് റെനോക്കോണിൻ്റെ HD എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്കുകളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 2 ഫ്ലോർ വരെ പണിയാം എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് 2 തരത്തിലും പറയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ പണിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, കുറച്ച് ചില ആൾക്കാർ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് അവർ എന്താ പറയുന്നത്, ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ കേസിൽ എന്തായാലും ഇത് 2 നില ബിൽഡിംഗ് ആണ്. G+1, അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇത് നമ്മൾ മുഴുവനായിട്ട് നമ്മൾ ഈ AC ബ്ലോക്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. അതുപോലെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള 1-2 ബിൽഡിങ്ങുകൾ നമ്മൾ പോയി കണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യേണ്ടതായിരിക്കും. നമുക്കിനി ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഇവരുടെ കട്ടിങ് ടൂൾസാണ് ഇതെല്ലാം. അപ്പോൾ ടൂൾസ് നോക്കിക്കഴിഞ്ഞത് കണ്ടോ, മലപ്പുറം കത്തി മുതൽ ഹാൻഡ് കട്ടർ വരെ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിനകത്ത് കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ കട്ടർ വെച്ചിട്ട് ഇവരുടെ ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു ഉള്ളിലേക്കുള്ള ഒരു പീസ് വരുമ്പോഴേക്കും ഈ ഒരു ഹാൻഡ്സൊക്കെ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ലൈറ്റായിട്ടുള്ള രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അല്ലേ? നമുക്കൊന്ന് കട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചു കൊടുക്കാം.
ഇവരുടെ ഇതെല്ലാം കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് എന്തായാലും അത് നല്ലൊരു തീരുമാനമായിരുന്നു നമ്മൾ എടുത്തൊരു തീരുമാനം എന്ന് തോന്നി. നിങ്ങൾ ആരും ഇത് ഈ ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെയോ പ്രൊമോ ആയിട്ട് കരുതരുത്. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സാധനമല്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ, നമ്മൾ അവിടെ പോയി ഈ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോയത്, ഇതിനെക്കുറിച്ച് പഠിച്ചത്, ഇവിടെ ചെയ്യുന്നതും പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ലൈവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നല്ല ബാക്കി നമ്മൾ പണിക്കാരടുത്തും കൂടെ സംസാരിച്ച് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അതിലേക്ക് പോവാം. നമ്മുടെ ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്ലോക്കും റെനാക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് തന്നെയാണ്, അവരുടെ തന്നെ കമ്പനി ഇതാവണം അല്ലേ. നിങ്ങളുടെ പേരെന്തായിരുന്നു? നമ്മളൊരു ഒരു വർക്കറാണ് കേട്ടോ. അത് പേരെങ്ങനെയായിരുന്നു? നിഷാദ് എത്ര വർഷമായിട്ട് ഇവരെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു 2-4 വർഷമായിട്ട് ഉണ്ട്. ശരി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇതൊന്ന് കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ മോർട്ടാറാണിത്. ഓക്കെ, അതൊന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ മോട്ടോർ. കണ്ടു കഴിഞ്ഞാൽ സിമെന്റ് പോലെ തന്നെ ഇരിക്കുക. ഇതാണ് ആ 40 കിലോന്റെ ചാക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചേട്ടൻ്റെ അടുത്ത് നമ്മുടെ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ഇത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണത് എന്ന്. ചേട്ടാ, അതിൻ്റെ ഒരു പരിവ് എത്ര ആവണം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇവിടെ മിക്സ് ചെയ്യുന്ന ചേട്ടൻ്റെ പേരും കൂടെ ഒന്ന് പറഞ്ഞോളൂ. പേര് മണി കേട്ടോ. മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേട്ടനാണ് ഇത് മിക്സ് ചെയ്യണത്. ഇത് ഏത് പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യേണ്ടത്? സാധാരണ സിമെന്റ് നമുക്ക് മിക്സ് ചെയ്യുന്ന അറിയാം. നമുക്ക് സിമെന്റും എംസാൻഡും അതുപോലെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മോട്ടാർ എന്ന് പറഞ്ഞ പരുവത്തിലേക്ക് എത്തിക്കാറ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഇതിന്റെ സെറ്റ് ചെയ്യാനുള്ള നമ്മൾ ഗമ്മെന്നോ മോട്ടാർന്നൊക്കെ ഇതിനെ പറയാം. അപ്പോൾ ഇത് പുള്ളി ഒരു ഗ്ലൗ ഒക്കെ, കാരണം കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ ഒരു ഗ്ലൗ ഒക്കെ ഇട്ടിട്ടുണ്ട്. ചേട്ടാ, ഇതെന്താ അല്ലെങ്കിൽ പൊള്ളുവോ? കുറച്ച് പവർ കൂടുതലാണ്. നമ്മുടെ തോലൊക്കെ പോകും. എങ്ങനെയാണ്? ഒന്നും കൈന്റെ തോലൊക്കെ പോകും. ഒന്ന് പവർ കൂടിയിട്ടുള്ള ഗമ്മാണ്. അതായത് നമ്മൾ ബെയർ ഹാൻഡ് വെച്ച് നമ്മൾ കൈ വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സിമെന്റ് ഒക്കെ നമ്മൾ പിന്നെയും എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ സാധാരണ സിമെന്റ് കൈ വെച്ചൊക്കെ കുഴച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ പൊള്ളും. ഇവിടുത്തെ കേസിൽ കൈ എന്തായാലും പൊള്ളും. കാരണം ഈ ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കുക, ഈ ബ്രിക്കുകളെ കൂട്ടി നിർത്തുന്ന മെറ്റീരിയലാണത്. അപ്പോൾ തീർച്ചയായിട്ടും അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും. അതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയൊക്കെയെന്നുള്ളത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. AC ബ്ലോക്ക് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് വെള്ളം എല്ലാം വളരെ കുറവ് മതി. നമ്മൾ അല്ലാതൊരു വർക്കിന് നമുക്കറിയാം ഇത് ചെയ്യണം, അത് കഴിഞ്ഞ് നനയ്ക്കണം, അങ്ങനെ ഒരുപാട് ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ കേസ് നമുക്ക് ചേട്ടൻ തന്നെ പറഞ്ഞുതരും ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിലിപ്പോൾ നമുക്ക് ഇതൊരു 20 ലിറ്ററിന്റെ ബക്കറ്റാണിത്. ഇതിൽ കറക്റ്റ് ഒരു 2 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ 20 ലിറ്റർ ഫുള്ളായിട്ടുള്ള ഗമ്മ് കേട്ടില്ല. അതായത് 20 ലിറ്ററിന്റെ ഇതിലേക്ക് 2 ലിറ്റർ വെള്ളം മതി. അപ്പോൾ അതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് ആക്കി എടുക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 ലിറ്റർ വെള്ളം കൊണ്ട് 20 ലിറ്റർ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ സിമെന്റ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് അന്നേരം തന്നെ നമ്മൾ പണിയെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മിക്സ് ചെയ്ത് വെച്ച് അത് നമ്മൾ എടുത്ത് തീർക്കുക ചെയ്യുക. അല്ലാതെ നമ്മളത് രാവിലെ മിക്സ് ചെയ്ത് വെച്ച് വൈകുന്നേരം യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് വേറൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. പിന്നീട് നമ്മളിത് യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ശരി, അതാണ്. പിന്നെ കട്ടറ മുകളിൽ വെച്ച് കഴിഞ്ഞാലാണ് ഇതിന് പവർ കൂടുള്ളൂ. ഇപ്പം ഇങ്ങനെ ബക്കറ്റിൽ കലക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ ബോണ്ട് ചെയ്തേ അത് ഇന്നലെ ഒട്ടിച്ച് വെച്ച ബ്രിക്കുകളുണ്ട് ഇവിടെ. അത് നമുക്കൊന്ന് ഇളക്കാനോ പൊട്ടിക്കാനൊക്കെ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അപ്പോൾ അറിയാലോ എൻ്റെ ബോണ്ടിന്റെ സ്ട്രെങ്ത് എന്താണെന്നുള്ളത് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വരി വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനത്തെ ഓരോ ചെറിയ പീസൊക്കെ വെച്ചിട്ടാണ് ചെയ്യാന്ന്. നമ്മൾ സാധാരണ ചെങ്കല്ലിലോ അല്ലെങ്കിൽ ഇഷ്ടികയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ട് വെക്കുകയോ ചെറിയ പീസാക്കിയിട്ട് വെക്കുകയോ ചെയ്യാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെങ്കല്ലിലൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ മോട്ടാർ മാത്രം, അതായത് നമ്മുടെ സിമെൻറ്റ് മാത്രം ഫില്ല് ചെയ്യുക ചെയ്യാറ്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ ഇത്രയും ഇങ്ങനെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു പീസ് ചെയ്തിട്ട് ഗമ്മ് വെച്ചിട്ട് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഇതുവരെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കാണാം. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമ്മുടെ ബാക്കിയുള്ള 1-2 പണിക്കാരെല്ലാം കണ്ടു. ഈ ചേട്ടനാണ് നമ്മുടെ മെയിൻ മേസൺ അല്ലെങ്കിൽ ഇവിടുത്തെ ആശാരി എന്ന് പറയുന്നത്. ചേട്ടൻ ഒന്ന് പേരൊക്കെ പറഞ്ഞ് എത്ര വർഷമായി ഈ പണി ചെയ്യുന്നത്, ഒരു എക്സ്പീരിയൻസ് എന്താണ്, ഈ മെറ്റീരിയലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുത്തേ. 7 വർഷമായി അവിടെ പറഞ്ഞു, അവിടെ നോക്കി പറഞ്ഞു. വർക്ക് തുടങ്ങിയിട്ട് 7 വർഷമായി. അപ്പോൾ ഇതുവരെ ചെയ്ത് കൊടുത്ത് എവിടെയും പ്രശ്നങ്ങളൊന്നും ഒരു ഇതും കാണാനില്ല. അത് ചെയ്തതിനകത്ത് 2 നില വീടുകളൊക്കെ ഉണ്ടോ? 2 നില വീട്. അത് ഇതേപോലെ കോളൊന്നും ഇല്ലാതെ ഇങ്ങനെ ലോഡ് ബെയറിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. 2 നില വീടുകളുണ്ട്.
രണ്ട് നിലയും കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളതാണോ? കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വീടാണ്. പിന്നെ വേറെ ഇത് വെച്ച് ചെയ്യുമ്പോഴുള്ള എന്തൊക്കെയാണ്, ഇത് വെച്ച് ചെയ്യുമ്പോഴുള്ള ഒരു കുറച്ച് എന്താ പറയാ ഗുണങ്ങൾ എന്തൊക്കെയാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ? ഗുണങ്ങൾ എന്താ വെച്ചാൽ ഇത് മറ്റേ നമ്മള് ഹോളോബ്രിക്സ് ആണെങ്കിൽ ഉഷ്ണമുണ്ടാവും, ചൂടുണ്ടാവും വീടിനകത്ത്. ഇത് കല്ലിനാണെങ്കിൽ ഉഷ്ണം ഉണ്ടാവും, ഇതിനകത്ത് അത് ഉണ്ടാവില്ല. കുറവാണ്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. കൂളിംഗ് ആണ്. ശരി ശരി. കാരണം വേനലും വർഷം ഒരുപോലെ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത ഇതെന്നൊക്കെ തോന്നിയിട്ടുള്ളത്. ശരി, വിവരങ്ങൾ കിട്ടിയതും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു വേറൊരു വീഡിയോയിൽ നമുക്കത് ചെയ്യാം. എന്തുകൊണ്ടാണ് ഇതിന് ചൂട് കുറയാനുള്ള കാര്യം? ചൂട് കുറയും. ശരി, പണിയെടുക്കുന്ന സമയത്തുള്ള ഒരു ഇതിന്റെ ഫാസ്റ്റ്നെസ്സും അതുപോലെ നമ്മുടെ എടുക്കുമ്പോഴൊന്നും ഇതിന് യാതൊരു ഇതും കാണാനില്ല. കാരണം ആൾക്ക് ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ, വെയിറ്റ് കുറവുള്ളത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. വെയിറ്റ് കുറവ് എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും നമ്മള് വെയിറ്റ് കുറവ്. പിന്നെ അതുമാതിരി തന്നെ ഈ സാധനം ഇപ്പോൾ വെള്ളത്തിലിട്ട് നിൽക്കാം, എത്ര കാലം കഴിഞ്ഞാലും ഇത് ദ്രവിക്കില്ല. ഇതിപ്പോ നമ്മൾ കൈകൊണ്ടിട്ട് വെള്ളത്തിൽ പൊടിച്ചാലും ഇതിന് പൊടിഞ്ഞു പോരില്ല. വെള്ളത്തിലിട്ടാൽ വരെ എന്ത് സാധനമായാലും പൊടിഞ്ഞൊരു ഇതുണ്ടാവുമല്ലോ, ആ സംഭവത്തിനില്ല. ഇതിപ്പോ എവിടെ എത്ര വർഷം എവിടെ കൊണ്ടിട്ടാലോ നമ്മളവിടെ പോയപ്പോ കണ്ടിരുന്നു അങ്ങനെ തന്നെ ഇവിടെ കിടക്കും. കാരണം ഒരിക്കലും അത് വിഷമില്ല. ഇനിയിപ്പോ ചവിട്ടിച്ചാലും കാലിന്റെ അടിയിൽ ഇങ്ങനെ പൊടിഞ്ഞു പോരില്ല. ശരി 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 ശരി. അത്ര ക്വാളിറ്റിയാണ് അത്. സംഗതി വെയിറ്റ് കുറവെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേടി തോന്നുന്നു. വെയിറ്റ് കുറവുകൊണ്ട് പേടിക്കേണ്ട കാര്യം ഇതിനില്ല. നമുക്ക് എന്നാലും ഒരു കാര്യം ചെയ്യാം, നമ്മളെ മെയിൻ ആശാരി തന്നെ നമുക്ക് ഈ പീസ് വെക്കുന്നതും കൂടെ ഒന്ന് കാണാം. എങ്ങനെയാണ് ഇത് ചെയ്യണത്, ഗം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് കാണാം. കഷ്ടം എടുക്കണമെന്ന് വിചാരിച്ചാൽ തൽക്കാലം നടക്കില്ല. ഇപ്പൊ പറ്റത് ഉറച്ച് ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് വേണം. പിന്നെ ഇത് നടത്തി അങ്ങോട്ട് കിട്ടില്ല. ശരി, നമ്മുടെ റൂമോട് തിരിക്കണം തോന്നാം. ഇത് കട്ട് ചെയ്യണമെങ്കിൽ ഇത് തനിച്ച് മോട്ടർ കൊണ്ട് ഓരോന്നും കിട്ടില്ല. ഞാൻ കട്ട് ചെയ്ത് പതുക്കെ ഓരോ സെക്ഷൻ അത് ഞാൻ പറയാം. അതായത് നമ്മളിപ്പോ ചെങ്കല്ലിലോ ഇഷ്ടികയിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കിലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഭാഗം പൊളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മോട്ടർ ജോയിന്റ്, ആ ജോയിന്റിൽ നമ്മൾ പൊട്ടിച്ചിട്ട് ആ കല്ല് അങ്ങോട്ട് എടുക്കുകയാണ് പതിവ്. അപ്പോൾ ഇവിടെ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഗമ്മിൽ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ ജോയിന്റ് ബ്രേക്ക് ചെയ്തിട്ട് നമുക്കിത് എടുക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ഒരു കട്ടർ യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്തിട്ട് എടുത്താലേ ഇത് ഇങ്ങോട്ട് പറയൂ എന്നാണ് ചേട്ടൻ പറയണത്. അതുപോലെ തന്നെ നമ്മൾ ഈ ചേട്ടന്റെ കൂടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു ചേട്ടനാണിത്. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ? അതാ, അശോകേട്ടൻ നമുക്ക് ഒരു ഉറപ്പ് തരികയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ യൂട്യൂബ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇത്ര അധികം വ്യൂവേഴ്സ് കാണുന്ന ഒരു സാധനത്തിനകത്ത് ചേട്ടൻ പറഞ്ഞ ഒരു അഷ്യൂരിറ്റി എന്താന്നുള്ളത് കേട്ടോളൂ. ചേട്ടൻ ഒന്ന് പറഞ്ഞേ, നമ്മുടെ ഈ ജോയിന്റിന്റെ സ്ട്രെങ്ത്തിന്റെ കാര്യം. ജോയിന്റിന്റെ സ്ട്രെങ്ത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു 5 വർഷമായി. ഇങ്ങോട്ട് നോക്കി. 5 വർഷമായി. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ പണിയാനാണെങ്കിൽ വളരെ സിമ്പിളാണ്. കാരണം വെട്ടുകല്ല് പോലത്തെ വെയിറ്റ് ഇല്ല, ഹാർഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതേപോലെ തന്നെ ജോയിന്റുകളൊക്കെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇത് പെട്ടെന്ന് പൊളിച്ചെടുക്കാനോ തല്ലി പൊട്ടിക്കാനോ സാധിക്കും. പൊട്ടിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മറ്റേ ജോലി നിർത്തുന്ന കാര്യം നമ്മളടുത്ത് പറഞ്ഞത്, ഇത് ഇവിടുന്ന് ഇളക്കുകയാണെങ്കിൽ പണി ഇന്ന് നിർത്തുന്ന പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ മേസ്ത്രിയും വളരെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ നമുക്ക് തോന്നും, പക്ഷെ അങ്ങനെ സാധിക്കില്ല. സാധിക്കുകയാണെങ്കിൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത്രയും അഷ്യൂരിറ്റി നമുക്ക് ഇത്രയൊക്കെ പറയാൻ പറ്റൂല്ലേ നമുക്ക്. കാരണം ഇവര് സ്ഥിരമായിട്ട് ഇപ്പൊ 5 വർഷമായിട്ട് പുള്ളി വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവരുടെ ഈ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പൊ എന്തായാലും എനിക്കില്ല. കാരണം നമ്മൾ ഈ ഒരു പ്രൊജക്ട് ഇത് ചെയ്യാൻ പോകുന്നു. അടുത്തൊരു 5 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത്തരത്തിലുള്ള അഷ്യൂരിറ്റി തരാനായിട്ട് സാധിക്കുമായിരിക്കും. അപ്പൊ ഇപ്പൊ നമുക്ക് ഇവര് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ എക്സ്പീരിയൻസ് പറയുന്നത്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ചെയ്യാം എന്നുള്ളതാണ് അല്ലേ. ഇതിന്റെ ബോർഡിംഗ് സ്ട്രെങ്ത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കേട്ടോ കണ്ടോ, എത്ര ഫോഴ്സിൽ നിങ്ങൾക്ക് അടിച്ചു പൊട്ടിക്കാൻ പറ്റും അടിച്ചു പൊട്ടിച്ചോ എന്നാണ് ഇവര് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പണിക്കാര് നമ്മുടെ അടുത്ത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ട കമ്പനി അല്ല പണി, അത് കണ്ടാ നമ്മളെ ആമറ ഊരിപ്പോയി. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ടെസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. നമ്മൾ സൈഡിൽ നിന്ന് മറ്റേ ഈ ഹാമർ വെച്ചിട്ട് അടിക്കുന്ന ഇതാണ് കണ്ടത്. ഹാമർ ഊരിപ്പോയി.
ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പണി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വേണം കൊടുക്കാൻ, സ്വന്തം മാമന്മാർക്ക്. അപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പരീക്ഷണമായല്ലോ. മറ്റേത് എനിക്ക് പുതിയൊരു ഒരാളെ കൺവിൻസ് ചെയ്ത് ചെയ്യിക്കുക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറയായിരുന്നു, നമ്മൾ ഒരു 15 വർഷം മുമ്പൊക്കെ എംസാൻഡ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ വരുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര പേടിയായിരുന്നു എംസാൻഡ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മെറ്റീരിയലും ഇതുപോലെ അടുത്ത ഒരു 5-10 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ ലാറ്ററൈറ്റും ബ്രിക്കും ഒന്നും കിട്ടാനില്ലാത്ത സാഹചര്യം വരും, ഇപ്പൊ പൂഴി കിട്ടാനില്ലാത്തതുപോലെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ആൾട്ടർനേറ്റീവ്സിലേക്ക് പോകേണ്ടി വരും. അതനുസരിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതികളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് കുറേ ആൾക്കാരുടെ വലിയ സംശയം ഉണ്ടായിരുന്നത് ലൈറ്റ് വെയിറ്റ് ആണ്, അപ്പോൾ വെള്ളപ്പൊക്കം വന്നാൽ കൂടെ പോവോ എന്നൊക്കെ ഉള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ലൈറ്റ് വെയിറ്റ് ആണ്, പല സൈസുകളുണ്ട്. ഇത് കമ്പാരിറ്റീവ്ലി, അതായത് 2 അടി നീളമുള്ള അല്ലെങ്കിൽ 1 അടി നീളമുള്ള നമ്മുടെ ചെങ്കല്ല് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ സാധനം ഇപ്പോൾ ഒന്ന് പൊക്കി കാണിച്ചാൽ അതിൻ്റെ ഒരു വെയിറ്റ് എത്രയുള്ളത്? ഇതാ ഈ ഒരു രീതിയിൽ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ. അത് വളരെ ലൈറ്റ്, അതായത് നമ്മൾ അന്ന് എടുത്തത് 4 ഇഞ്ചിൻ്റെ കട്ടയായിരുന്നു നമ്മൾ അന്ന് എടുത്തത്. ഇപ്പോൾ ഇത് 8 ഇഞ്ച് സൈസുള്ള കട്ടയാണ്. അതിനൊരു അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. ഒന്ന് നിലത്തുനിന്ന് കൂടെ പൊക്കി കാണിച്ച സോനു, കല്ല് ഒരു ഈ ഒരു വെയിറ്റ് ഒക്കെ ഉണ്ട്. ലൈറ്റ് ആണ് കേട്ടോ. ഇതാ ഇപ്പൊ ഇങ്ങനെ ആക്കാൻ പറ്റും. നമ്മുടെ ചെങ്കല്ലെന്നാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല ഒരാൾക്ക്. ഒരു ഷൂട്ടിംഗ് അല്ലേ? ഓക്കെ. ബാഹുബലി അതാ ഇത് ഇപ്പൊ 2 അടി നീളമുള്ള 2 കട്ട എടുത്തിട്ടാണ് നമ്മളിവ നിൽക്കുന്നത്. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും ലൈറ്റ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, നമുക്കെന്നാൽ ഈ ഒരു വരി വെച്ചതിന്റെ മുകളിൽ അടുത്ത വരി വെക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ മോട്ടോർ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് കാണാം. അടുത്തേക്ക് പോകും. അപ്പോൾ നമ്മുടെ മോട്ടോറാണിത്. വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ ചെയ്യണം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കോസ്റ്റ് കുറയ്ക്കുന്ന കുറേ പണികളൊക്കെ നമ്മൾ സൈഡ് കൂടെ ചെയ്ത സമയത്ത് നമുക്ക് ഫ്രണ്ട് ഡോറ് മരത്തിൽ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പൂജാ റൂം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഒന്നും കൂടെ കാണിച്ചുതരാം. ഇതൊന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഇതിന്റെ സൈസ് എത്രയാണ്? ഇതിന്റെ കട്ടില നമുക്ക് തേക്കാൻ വെക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മള് ഇത് 8.3 അതിന്റെ സൈസ്. 8 ഇഞ്ച് വീതി, 8 ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ കട്ടില. അതായത് 3 ഇഞ്ച് കാണാം. നല്ല തേക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഗ്രൈൻസ്, നമ്മൾ അങ്ങനെ ഗ്രൈൻസ് നോക്കി മാറ്റിട്ടതാണ്. അതൊരു നോക്കി അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം വരുമ്പോൾ വിചാരിച്ചു ഇത് മറ്റേ തേക്കാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പെയിന്റ് ചെയ്യിപ്പിച്ചാന്ന് വിചാരിച്ചു. എനിക്ക് ഇവിടുത്തെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇവിടെ കാണാം. ഇതൊന്ന് കാണിച്ചെടുത്ത്. അതുണ്ടോ നല്ല തേക്കിൻ്റെ, ഇതൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ നേരെ അതുപോലെ കൊണ്ടുവന്ന് വെച്ചേക്കാണ് കേട്ടോ. തേക്കിൻ്റെ ആ ഗ്രെയിൻസും നോഡും ഒക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുഴുവനായിട്ട് GI ഇതിലാണ് വിൻഡോസൊക്കെ ചെയ്തിട്ട്, വിൻഡോസും എല്ലാ കട്ടിലുകളും ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് കാൽക്കുലേഷൻ നോക്കിയിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3000 രൂപയുടെ ഒരു 5000 രൂപയുടെ ഒക്കെ വ്യത്യാസമായിരിക്കും ഈ തേക്കിലും ചിലപ്പോൾ ഇതിലും വരുന്നുണ്ടാവുക. പക്ഷേ അത് നമ്മൾ ഒരു 20 വിൻഡോ ചെയ്യുമ്പോഴേക്കും അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വലിയൊരു എമൗണ്ട് വരെ എത്തും. പിന്നെ നമ്മൾ ആലോചിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത് നല്ല മരമൊന്നും അല്ല, വെള്ള കുടുങ്ങി അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചെതല് വന്ന് പോകാനുള്ള ചാൻസും ഉണ്ട്. പക്ഷേ ഇതാവുന്ന സമയത്ത് നമ്മളിപ്പോൾ വീണ്ടും നമ്മുടെ മറ്റേ അജയുടെ വീട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് പെയിന്റ് അടിച്ചിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു അത് മരമാണോ അതൊക്കെ ഇതാണോ അത് GI ആണോന്നോ. അവിടെ ശരിക്കും അത് മരമായിരുന്നു, നമ്മൾ മരം പെയിന്റ് അടിക്കുക ചെയ്തത്. അപ്പോൾ എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇതും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആയിരിക്കും വരിക. ബാക്കി പുള്ളി നമുക്ക് പറഞ്ഞുതരും എങ്ങനെയൊക്കെ, മാമ പറഞ്ഞു നമുക്ക് എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ആ കാൽക്കുലേഷൻ വന്നതെന്നുള്ളത്. ഇത് നമ്മൾക്ക് ഇതിനിപ്പോൾ നമുക്കൊരു ഈ മൊത്തം ഈ 6 ഷട്ടർ. ഈ ഷട്ടർ 6 ഷട്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അതായത് ഇവിടെ ഒരു ഷട്ടർ ഉണ്ട്, ഈ ഓപ്പൺ ചെയ്യുന്ന സാധനത്തിനെയാണ് ഷട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1, 2, 3, 4, 5, 6 അതിനാണ് ഷട്ടറിനാണ് ഇവര് റേറ്റ് കണക്കാക്കുന്നത് അല്ലേ.
6 ഷട്ടറിന്റെ നമുക്ക് ഇപ്പൊ GI ചെയ്തപ്പോ നമുക്ക് വന്നത് ആകെ 17,000 രൂപ വന്നിട്ടുള്ള വിത്ത് ഡോർ ഷട്ടർ അടക്കം കട്ടില പൊളി വന്നു, ഈ കുറ്റി കുളത്ത് വന്നു, ഗ്ലാസ് ബീഡിങ് വന്നു. നമുക്ക് തന്നെ ചെയ്യാവുന്നല്ലോ. ഇതിന്റെ അളവുള്ള അളവ് നമ്മൾ സെന്റിമീറ്റർ അളവ് എടുത്ത് നമ്മൾ ഒരു ഗ്ലാസ് കടയിൽ ഓർഡർ എടുത്ത ഒരു ഗ്ലാസ് തരും നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാം. ആവശ്യമില്ല, അത് വേണ്ടി വരില്ല. ആ സമയം ഇത് നമ്മൾ ഇനി തേക്കിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 18 രൂപ വിത്തൗട്ട് ഷട്ടർ വരും. ഷട്ടർ ഉണ്ടാവില്ല, ഷട്ടറും ഈ കുറ്റിക്കുളത്തുള്ള സാധനം ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു 21-22 രൂപ ഇങ്ങനെ ഒരു ജനൽ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഒരു ജനലേക്ക് വരും. നമ്പർ ഓഫ് ജനൽ കൂടുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ വരും. പിന്നെ ഇതിനകത്ത് നമുക്ക് തുരുമ്പ് പിടിച്ച് പോവാതൊന്നും നിങ്ങൾ ചോദിക്കരുത്. കാരണം ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുപോലെ ഒരു GI ഒരു ബെഞ്ച് ഞാൻ എൻ്റെ മുറ്റത്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, ഇതുപോലെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് മഴയും വെയിലും കൊണ്ട് ഇവിടെ ചെയ്തതുപോലെ തന്നെ എപ്പോക്സി പ്രൈമർ അടിച്ച് അവിടെ ഇട്ടേക്കാണ്. ഒരു കുഴപ്പമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് അങ്ങനെ മഴ അടിക്കുന്ന ഒരു സ്ഥലം പോലും അല്ല, കാരണം എല്ലാത്തിനും ഷെയ്ഡിങ് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഇതിന് തന്നെ കമ്പനി തന്നെ പറയുന്നത് ഇത് 40 വർഷം ലൈഫ് പറയുന്നുണ്ട്, തന്നെ പറയുന്നത്. ഇത് ടാറ്റയുടെ ഗാലുവനോ എന്നുള്ള ഷീറ്റ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പം ചിലവ് കുറയ്ക്കുക എന്നുള്ളതല്ല, നമ്മൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യുക. അതായത് ചിലവാക്കണ കാശ് നമ്മളത് വൃത്തിയായിട്ട് ചിലവാക്കുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതല്ല ഇപ്പോൾ നമ്മളിവിടെ കല്ലിറക്കിയ കാര്യം, അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കല്ലിറക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ ഒരു 20 അടി ടോറസിലാണ് കല്ല് വരിക. അപ്പോൾ അത് കറക്റ്റ് നമ്മുടെ സൈറ്റിലേക്ക് എത്തില്ല. അപ്പോൾ തൊട്ടടുത്ത് ഇറക്കി വെച്ചു, യൂണിയൻകരയിൽ നിന്ന് ഇറക്കി വെച്ച് പോയി. പിന്നെ ഇത്രയും ഒരു 900 കല്ല് ഞാനും എൻ്റെ മകനും കൂടിയാണ് ഈ സൈറ്റിലേക്ക് അടുപ്പിച്ചത്. അതുപോലെ സൈറ്റിലുള്ള പണികളും ഇപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളാവുന്നത്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചിലവ് കുറച്ച് വീട് ഉണ്ടാക്കുക എന്ന് പറയുന്ന ആൾക്കാർ ഇതെല്ലാം ഒരു കോൺട്രാക്ടർ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരൊരു പണിയെടുക്കുമ്പോൾ അവരുടെ കൂലി കുറച്ചുകൊണ്ട് നമുക്കത് ലോ കോസ്റ്റ് ബിൽഡിംഗ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറ്റുന്ന ആൾക്കാർ, ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ NRIs ഒക്കെ ആണെങ്കിൽ പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് ഞാൻ പറയുന്ന സെൻസിലെടുക്കുക. നമ്മൾ നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിൽ മാനേജ് ചെയ്ത്, ഇപ്പോൾ ബിസിനസ് നടത്തുന്ന ആളാണ്, അപ്പോൾ 9 മണി 10 മണിയാകുമ്പോഴേക്കും ഓഫീസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള സമയങ്ങൾ, അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടുന്ന സമയങ്ങളൊക്കെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതിനാണ്. സൺഡേസിൽ കിട്ടുന്നെങ്കിൽ അതും കൂടി ഇവിടെ വന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെ സൈറ്റിൽ വന്നിട്ട്. അതെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു കേസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ ആ വരി നമുക്ക് വേണ്ട, അവരറിയാതെ വെച്ച് പോയതായിരുന്നു. അത് വച്ചിട്ടൊരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഇപ്പൊ തന്നെ അവർക്ക് അത് എടുക്കാൻ കിട്ടുന്നില്ല. കാരണം എങ്ങനെ എടുക്കുന്നത് കാണാം കേട്ടോ. ഇപ്പൊ ചേട്ടൻ ചുറ്റി വെച്ചിട്ട് അടിച്ചിട്ടാണ് കിട്ടിയത്. ഇനി അടുത്ത ബ്ലോക്ക് എടുക്കാനുള്ളതാണ്. അങ്ങോട്ട് അടുത്തേക്ക് കാണിക്കും കണ്ടോ, വച്ചിട്ട് 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അതാണ് ആ ബോണ്ടിങ്ങിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആ വച്ച മോട്ടാർ നമുക്ക് എന്താ വെച്ചാൽ ഇത് അതുപോലെ എടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും യൂസ് ചെയ്യാം കേട്ടോ. അത് നമ്മൾ സിമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് കാണാം കേട്ടോ. എങ്ങനെയൊക്കെയാണ് ഈ സാധനം ഒരു കല്ലിന് വേണമെങ്കിൽ അപ്പോൾ ഇവർ ഇപ്പോൾ ഹാൻഡ് കട്ടർ വെച്ചാൽ കട്ട് ചെയ്യണത്, എന്നിട്ട് എങ്ങനെയാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത് എന്നുള്ളതൊന്ന് കാണാം ഡീറ്റെയിൽ ആയിട്ട്. ചെയ്തോളൂ കേട്ടോ, അത് ഫാസ്റ്റ് ആക്കാം. പൊട്ടി സാധനം കാണിച്ചു കേട്ടോ. ഇനി അത് ലെവൽ ചെയ്യുന്നതും കൂടി ഷൂട്ട് ചെയ്തോണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളിവിടെ വർക്ക് തുടങ്ങിയിട്ട് 3 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ കുറേ വ്യൂവേഴ്സ് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ വർക്ക് നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം പറയണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും നമ്മളടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. തുടർന്ന് ഇനി അടുത്ത ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഞാൻ വീണ്ടും ഒരു സൈറ്റ് വിസിറ്റ് നടത്തും. അപ്പോൾ ആ സമയത്ത് വരുന്ന അപ്ഗ്രേഡ്സും കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വീഡിയോൻ്റെ ഇടയിൽ, കാരണം അധികം കാര്യങ്ങൾ പറയാനില്ലെങ്കിൽ വേറൊരു വീഡിയോൻ്റെ ഇടയിലായിട്ട് നമ്മൾ കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ വേണം. കാരണം നമ്മളും ഈ പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ചെയ്ത് ഭംഗിയിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.